ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു റിയാക്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് രേണുസുതി. കുറേ നാൾ ഇപ്പം ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാത്തിനും രേണുസുതിയാണ് താരം. അപ്പോൾ എന്തിനാണ് എല്ലാവരും അവരെ പുറകെ നടന്ന് ശല്യം ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരവരെ വഴിക്ക് വെറുതെ വിട്ടൂടെ? ഇപ്പോൾ ഭർത്താക്കന്മാർ മരിച്ച സ്ത്രീകൾ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്നത് പഴയ ചിന്താഗതിയാണ്. അവർക്കും ജീവിക്കണ്ടേ? ചിലപ്പോൾ അതായിരിക്കും അവരുടെ പാഷൻ. അപ്പോൾ അവരെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ? ഇപ്പം അറിയപ്പെടാത്ത ഒരാളിൻ്റെ വൈഫാണ് രേണുവെങ്കിൽ ഇതുപോലെ മരിച്ചു കഴിയുമ്പം അവർ ഈ ഒരു രംഗത്തേക്ക് വരുമ്പോൾ നിങ്ങളിങ്ങനെ റിയാക്ട് ചെയ്യില്ലല്ലോ. അവർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് അവർ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു അപ്രീഷിയേറ്റാണ് നമ്മൾ ചെയ്യാനുള്ളത്. അല്ലാതെ അവരിപ്പോൾ ആ ഒരു ഓർമ്മകളിലൂടെ കരഞ്ഞ് ആ ഒരു വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരുന്നെങ്കിൽ എന്ത് കിട്ടാനാണ്? അവരിപ്പം പിന്നെ അവർക്ക് വരുന്ന ഏറ്റവും കൂടുതൽ വരുന്നൊരു കമൻറ്റാണ് അവർ ഭയങ്കര മോശം എന്നുള്ള രീതിയിൽ അവരെ കാണാൻ ഏലിയനെ പോലെ ഇരിക്കുന്നു, അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം, ഈ പറയുന്നവർ തന്നെ ചിന്തിക്കണം. നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല. ഓരോ വ്യക്തിക്കും അവരുടേതായ ഓരോ കുറവുകൾ കാണും, ഇല്ലേ? ഇപ്പം അവരിപ്പോൾ ഏലിയനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, എന്നിട്ട് അവർ അത്രയും കോൺഫിഡൻസ് കൂടി അഭിനയിക്കുന്നില്ലേ? അതാണ് അവരെ ഗഡ്സ്. ഇപ്പം തന്നെ ഒരു 4 വയസ്സായ ഒരു കുഞ്ഞിനെ ഒരമ്മ കൊന്ന് അവരെ എടുത്തിട്ട് കളിക്കുക സോഷ്യൽ മീഡിയയിൽ. അവർക്ക് എന്തെല്ലാം അവർക്കെതിരെ കമൻസുകൾ പറയാം. അങ്ങനെ ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആ ന്യൂസിൻ്റെ അടിയിൽ വന്ന് കുറച്ച് കമൻസ് ഇടുന്നതല്ലാതെ അവരെ എടുത്ത് ഇതുപോലെ പൊങ്കാല ഇടുന്നില്ലല്ലോ ആരും. അങ്ങനെ വേണം ചെയ്യാം. അങ്ങനെയുള്ള വ്യക്തികളെ വേണം എടുത്തിട്ട് പൊങ്കാലയിടാൻ സോഷ്യൽ മീഡിയയിൽ. അല്ലാതെ രേണുസുതിയെ പോലെ അവരവരുടെ ഇഷ്ടത്തിന് അവർ ഒരു മൂലയിൽ ഒതുങ്ങാതെ അവർ ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരെ അല്ല പിടിച്ചിടാൻ. പിന്നെ ഇപ്പം വേറൊരാളുണ്ടല്ലോ, പ്രശന്നേഷ, അങ്ങനെ എന്തോ ഒരു സ്വന്തം വീട്ടുകാരെ എത്രയൊക്കെ എന്തൊക്കെ ആവട്ടെ സ്വന്തം വീട്ടുകാരെ മുഖത്ത് കരിവാരി തേക്കാൻ നോക്കിയാൽ അവനെ എടുത്തിട്ട് പൊങ്കാല ഇട്. അതും അധികം ആരും ഇടുന്നില്ലല്ലോ. അതും വളരെ കുറച്ച് പേരല്ലേ. പക്ഷെ എപ്പോൾ ഫോൺ തുറന്നാലും രേണുസുതിയെ ഇങ്ങനെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ആ കഴിഞ്ഞ ഇൻ്റർവ്യൂടെ അവരെ കുറച്ച് നന്നായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇപ്പം പിന്നെയും പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്ത് അവരെ കരിവാരി തേക്കാൻ നോക്കുന്ന ആങ്കറിനോടാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്നമ്മച്ചി, നിങ്ങൾക്ക് അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ എന്തിനാണ് ഈ ആരെ കാണിക്കാനാണ് പിന്നെ അവരെ പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത്?